അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ മത്സരം പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ എന്നുള്ളത്, അതിലപ്പുറത്തേക്ക് റൊണാൾഡോ വേഴ്സസ് മോഡ്രിച്ച് എന്ന രീതിയിലായിരുന്നു അത് നമ്മൾ ടാഗ് ചെയ്തിരുന്നത്. ജോട്ടയുടെ അനുസ്മരണ ദിനത്തിലുള്ള മത്സരം എന്ന രീതിയിലും അത് ബ്രാൻഡ് ചെയ്യപ്പെട്ടു. അപ്പം അവസാനം ഒരുപാട് നാടകീയതകൾക്ക് ശേഷം അത് പോർച്ചുഗൽ വിജയിക്കുകയാണ്. 2-1 എന്നുള്ളൊരു സ്കോർ ലൈനിൽ പോർച്ചുഗൽ വിജയിക്കുകയാണ്. എന്താണ് മൊത്തത്തിൽ ഒരു മത്സരത്തിൻ്റെ ചിത്രം? എങ്ങനെയുണ്ടായിരുന്ന ഒരു മത്സരം? കളി ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് അത് കുറച്ച് ഡൾ മൊമെൻറ്റ്സ് നടന്നൊരു മാച്ചായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ചും പിന്നെ ക്രൊയേഷ്യയുടെ ഗോൾ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും അതുപോലെ പിന്നെ മൂവ്മെൻറ്റുകളൊക്കെ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ കളി ഭയങ്കര ഒരു ഫയർ മാച്ചായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ബ്രസീൽ എന്താ പറയുക, ജപ്പാൻ മാച്ചിനകത്ത് ബ്രസീൽ കളിച്ചൊരു ഇൻറ്റൻസ് ഫുട്ബോൾ ഉണ്ടായിരുന്നു. ചില ഘട്ടങ്ങളിൽ ഇവരെ പോർച്ചുഗൽ കളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. മൊത്തത്തിൽ വിവാദം എനിക്ക് ഈ ഇതൊക്കെ കുറേ സംഭവങ്ങൾ കണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു സങ്കടകരമായൊരു സംഗതിയാണ് മോഡ്രിച്ച് ഇങ്ങനെ ഒരു 2-1 തോറ്റ് പരാജയപ്പെട്ട് പുറത്ത് പോകുന്നൊരു സങ്കട കാഴ്ച അവിടെ ഉണ്ട്. അതിൽ പുള്ളി അവസാന നിമിഷം ഇവരുടെ ഒരു ഗോള് പിന്നെ എനിക്ക് തോന്നുന്ന ഗോൾ ജോസ്കോ ഗഡിയോള അടിച്ച ഗോളാണ് തോന്നുന്നുണ്ട്. ആ ഗോള് പിന്നെ ഡിസാലോ ചെയ്തൊരു സംഗതി ഉണ്ട്. അത് വാറ് ഒരു ഹെയർ ലൈൻമേ വെച്ച് ഓഫ് സൈഡ് എന്നൊക്കെ പറയുന്ന വിചിത്രമായൊരു വാദം പറഞ്ഞിട്ടാണ് ആ ഗോൾ നിഷേധിക്കുന്നത്. പറയുമ്പോൾ ആ ഒരു റെഫറിയുടെ ഒരു പിന്നെ സ്ക്രീൻ നോക്കി തിരിച്ചു വന്ന റെഫറി ഇത് ഓഫ് സൈഡ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ മോഡ്രിച്ച് ചിരിച്ച് ചിരിയുണ്ട്, ഒരു നിസ്സഹായൻ്റെ ചിരി. ആ ചിരിയിലുണ്ട് മാച്ചിൻ്റെ മൊത്തം സമ്മറി. കാരണം ആ ഗോള് ആക്ച്വലി ഫോർ മീ അല്ലെങ്കിൽ ഫോർ മോസ്റ്റ്, ഞാൻ പല ആൾക്കാരും ഫോളോ ചെയ്യുന്ന പല ആൾക്കാരും സോഷ്യൽ മീഡിയ എഴുതിയ കണ്ട് വെച്ച് നോക്കുമ്പോൾ അതൊരു ഗോള് തന്നെ ആയിരുന്നു. അല്ലാതെ ആ ഒരു പ്ലെയറുടെ ഒരു ഹെയർ ലൈൻ കൊണ്ട് ബോളിന് ഇമ്പാക്റ്റഡ് ആവുക എന്നുള്ളതൊക്കെ ഒരു പക്ഷേ പിന്നെ ഈ ടെക്നോളജിയുടെ ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ കാണുന്ന സെയിം സാധനം തന്നെ. വളരെ എഡ്ജ് ഉണ്ടോ നോക്കിയിട്ട് പോകണം. അത് ഇയാളെ മുടി അനങ്ങുന്ന പോലും ഇല്ല. അതിന്റെ പുറത്തോട്ട് പോകുമ്പോൾ ഒന്ന് ഒരതി പോയോ എന്നുള്ള തരത്തിലുള്ള ടെക്നോളജി കൊണ്ടുവന്നിട്ടൊക്കെയാണ്. ഒന്നുമില്ല, ഇമ്പാക്റ്റഡ് അല്ല, ഡീവിയേഷൻ വന്നിട്ടില്ല. കറക്റ്റാണ്. അതിന് മുമ്പ് ആ ഒരു പ്ലെയർ ഹെഡ് ചാടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ പ്ലേ ഉണ്ടായിട്ടില്ലെങ്കിൽ സ്വാഭാവികം ഇയാൾ ഓടി കയറുന്ന കൃത്യമായി ഓൺ സൈഡ് പൊസിഷനാണ്. പിന്നെ വേറെ ചില ഇവരുടെ ഒരു ഡിഫൻഡർ മറ്റേ പുള്ളിയുടെ പേര് വേഗയുടെ പിന്നെ തലയിൽ തട്ടിയിട്ട് ആണ് ബോൾ ഡിഫ്ലക്ട് ചെയ്തിട്ട് കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ കാലിലേക്ക് ബോൾ വരുന്നത്. സാധാരണഗതി പലപ്പോഴും ഇത്തരം ഡിഫ്ലക്ഷനുകൾ അല്ലെങ്കിൽ അതൊരു എന്താ പറയുക മനഃപൂർവ്വമായ പ്ലേ അല്ല എന്നാണ് വാർ പറയുന്നത്. പക്ഷേ മനഃപൂർവ്വം ആവട്ടെ അല്ലാതെ മുമ്പ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഡിഫൻഡർ കാലിൽ തട്ടി ഡിഫ്ലക്ട് ചെയ്യുന്ന പന്തുകൾ പിന്നെ ഗോൾ കൊടുക്കുന്നത് ഓഫ് സൈഡിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു മൊമെൻ്റാണ് ഈ മാച്ചിൽ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുമ്പോൾ ഫസ്റ്റത്തെ ഒരു കാര്യമായിട്ട് കാണുന്നത്. എന്തായാലും ഒരു നല്ല രണ്ട് ടോപ്പ് ടീമുകൾ കളിക്കുമ്പോഴുള്ള തരത്തിലുള്ള എല്ലാ നാടകീയതകളും എല്ലാ ഇൻറ്റൻസിറ്റിയും എല്ലാ വാശിയുള്ളൊരു മാച്ചായിരുന്നു. അതിൽ പിന്നെ നമ്മൾ സ്ഥിരം പറയാറുള്ള പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു സാന്നിധ്യം അറിയിച്ചു എന്നുള്ളത്. പുള്ളി നോക്കൗട്ടിലേക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് വേൾഡ് കപ്പ് ഗോൾ നേടുന്നത്. അതിന് പെനാൽറ്റി നിന്നാണെങ്കിൽ ഒരു ഗോൾ നേടാൻ കഴിഞ്ഞു. അതുപോലെ ഒരു ഓഫ് സൈഡ് നിഷേധിക്കപ്പെട്ട ഒരു നല്ല ഗോൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനോ. അത് ഓൺ സൈഡ് ആയിരുന്നെങ്കിൽ അത് ഒരു പക്ഷേ ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം നേടുന്ന മികച്ച ഗോൾ ആകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. പിന്നെ ക്രിസ്ത്യാനോ MVP പിന്നെ എന്താ പറയുക മാൻ ഓഫ് ദി മാച്ച് ആണെങ്കിൽ പോലും ഞാൻ പറയുമ്പോൾ ഫാൻസൊക്കെ ഇപ്പോൾ പൊഗ്ഗാലിടും. എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം അത്ര അധികം ഒരു മാൻ ഓഫ് ദി മാച്ചിന് അർഹമായ പ്രകടനമാണ് കഴിച്ചു എനിക്ക് തോന്നിയില്ല. എനിക്ക് അവരുടെ ഗോൾ കീപ്പർ കോസ്റ്റയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുമാത്രമല്ല പിന്നെ ക്രിസ്ത്യാനോയെ പിൻവലിച്ചൊരു നിമിഷമുണ്ട്. പിൻവലിക്കുമ്പോൾ ഈ ക്രിസ്ത്യാനോ ഫേസ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പുള്ളി ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. എന്തിനാണ് പിൻവലിച്ചത് എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന് കളി ജയിച്ച് കയറണം എന്നുള്ളൊരു അത് 2 ലെവലിൽ വായിക്കാം. ആ ഒരു കളി ജയിക്കണമെന്നൊരു വെറ്ററൻ താരത്തിൻ്റെ ആത്മവിശ്വാസമായിട്ടും വായിക്കാം. അതല്ലെങ്കിൽ പിന്നെ ഈ ടാക്ടിക്കൽ ചേഞ്ചിനോടുള്ള അദ്ദേഹത്തിൻ്റെ അതൃപ്തിയായിട്ടും വായിക്കാം. എങ്ങനെയായാലും അദ്ദേഹം പിൻവലിച്ചതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് പോർച്ചുഗൽ വന്നത്. ആ അറ്റാക്കിംഗ് മോഡാണ് പിന്നീട് സമനില ഗോളിലേക്ക് വരുന്നത്. നമ്മുടെ എന്താ പറയുക ഗോൺസാലോ റാമോസിൻ്റെ ഗോളിലേക്കൊക്കെ വരുന്നത്. ഈ ക്രൊയേഷ്യ മാച്ചിൽ ആദ്യമായിട്ട് പതറി പോകുന്നു ആ ഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു സമയത്തേക്ക് കോച്ച് ഡിസൈൻ ചെയ്ത പ്ലേക്ക് പറ്റിയ പ്ലെയർ ആയിരുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇൻവോൾവ്മെൻറ്റിന് ക്രിസ്ത്യാനോക്ക് അദ്ദേഹം പിന്നെ യോജിക്കൂല എന്ന് കോച്ച് തോന്നിയോണ്ടായിരിക്കണം അദ്ദേഹത്തെ പിൻവലിച്ചത്. ക്രിസ്ത്യാനോ കൺവിൻസ് ആയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏതായാലും മാച്ച് പോർച്ചുഗൽ ജയിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു അവസാനത്തെ ഒരു വെർഡിക്റ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പോർച്ചുഗലിൻ്റെ മത്സരത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു മത്സരത്തിൽ ഏറ്റവും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ 4 സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒരുമിച്ച് നടത്തിയൊരു മൊമെൻ്റാണ്. കാരണം അതിൽ ബ്രൂണോ ഫെർണാണ്ടസിനെയും വിറ്റീനെയും 2 നല്ല ക്രിയേറ്റീവ് പ്ലെയേഴ്സിനെ പിൻവലിക്കുന്നു. അതേപോലെ ഫ്രഷ് ആയിട്ട് ബെർണാഡോ സിൽവ, നമ്മൾ ഫസ്റ്റ് മാച്ചിൽ നന്നായി വിമർശനം കേട്ട പ്ലെയറാണ് ബെർണാഡോ സിൽവ എന്നുള്ളത്. ബെർണാഡോ സിൽവയെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ കോൺസേസാവോ പോലുള്ള താരങ്ങളെ കൊണ്ടുവരുന്നു. ആ ഒരു 4 ഫ്രഷ് ലെഗ്സ് അവസാന മിനിറ്റുകളിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അറ്റാക്കിങ്ങിൻ്റെ ഒരു ഫ്ലൂയിഡിറ്റി, ആ ഒരു മൊമെൻറ്റം ചേഞ്ച് ഉണ്ടല്ലോ, അതാണോ ബേസിക്കലി ഒരു പോർച്ചുഗലിൻ്റെ മത്സരത്തിൽ ജയിപ്പിച്ചത്?
അതായത് ഈ 4 സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ അത് ഞാൻ തന്നെ ഒന്ന് അമ്യൂസ്ഡ് ആയിപ്പോയി. കാരണം ഇങ്ങനെ ആ ഒരു പൊസിഷൻ, കാരണം ബ്രൂണോ ഫെർണാണ്ടസിനെ പിൻവലിച്ചിട്ട് ഗോൺസാലോ റാമോസ്, പെഡ്രോ നെറ്റോനെ കയറ്റുന്നു, അതുപോലെ തന്നെ വിറ്റീനെ കയറ്റുന്നു. പക്ഷെ ആ ഒരു മാച്ചിലെ ഫാക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ എന്തായാലും ആ മാച്ചിൽ ഇപ്പോൾ ഈ റൊണാൾഡോ വേഴ്സസ് മോഡ്രിച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബാറ്റിൽ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു മിഡ്ഫീൽഡ് ബാറ്റിൽ തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വിറ്റീന, നെവസ്, പിന്നെ അതുപോലെ തന്നെ കൊവാക്കിച്ച്, മോഡ്രിച്ച്, ഈ ഒരു ബാറ്റിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് എങ്ങനെ ഈ കൊവാക്കിച്ചിനെയും മോഡ്രിച്ചിനെയും മറികടന്ന് പോകും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫസ്റ്റ് വേവിനെ കടന്ന് പോകും എന്നുള്ളതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട്, അതുവരെ സക്സസ് ആയിട്ടില്ല. വിറ്റീനൊക്കെയാണെങ്കിലും ചെയ്യുന്നതിൽ പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്രൊയേഷ്യൻ്റെ ഒരു കളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ അവർ ഭയങ്കര സെറ്റിൽ ഡൗൺ ആയിരുന്നു. സെറ്റിൽ ഡൗൺ ഇൻ ദ സെൻസ് വിത്തൗട്ട് ദ ബോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. പോർച്ചുഗലിൻ്റെ കയ്യിൽ ഇതുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഭയങ്കര, അതായത് കോൺഫിഡൻസിൽ ഒരു പ്രാവശ്യം പോലും അവരുടെ ആ ഒരു ബ്രേക്ക് വരാത്ത രീതിയിലാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഇവർക്ക് മനസ്സിലായി, അതായത് പോർച്ചുഗൽ ഫ്രസ്ട്രേറ്റഡ് ആവാൻ തുടങ്ങി. അപ്പോൾ ആ ടൈമിൽ ഇവർ അറ്റാക്ക് പോകാൻ തുടങ്ങി. കാരണം പോർച്ചുഗൽ ഒന്നും കൂടെ കയറി കളിക്കും. ആ ഒരു ടൈമിൽ ഇവർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആ ക്രൊയേഷ്യ എന്ന് പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു ക്രൊയേഷ്യനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ മൊമെന്റിൽ ഇനി റോബർട്ടോ മാർട്ടിനസിന് അവസാനം മരുന്ന് ഇറക്കാന്നുള്ളതേ നിവർത്തിയുള്ളൂ. അതെ, ആ ഒരു ടൈമിലാണ് ഈ 4 സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന ടൈമിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായൊരു സംഭവം, ക്രൊയേഷ്യക്കൊരു, അതായത് ഒരു ഹാഫ് ടൈം കഴിഞ്ഞിട്ടാണല്ലോ പെട്ടെന്ന് ഇവർ മാർക്ക് ചെയ്ത 4 പ്ലേയേഴ്സൊക്കെ മാറി പുതിയ ആൾക്കാർ വരുന്നു. അവരെ ഏത് തരത്തിൽ നേരിടണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ പല പ്ലേയേഴ്സിനും ഉണ്ടായിട്ടുണ്ടാവാം. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഫ്രഷ് ലെഗ്സിൻ്റെ സാന്നിധ്യമാണ് വരുന്നത്. അപ്പോൾ ഇതെന്തായാലും ഗെയിമിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഗോൺസാലോ റാമോസ് ഗോളടിച്ചത്. ഒരു പക്ഷേ ഒരുപാട് നേരത്തെ എനിക്ക് തോന്നുന്നു, ഫാൻസ് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഗോൺസാലോ റാമോസ് കുറച്ചും കൂടെ നേരത്തെ വരണമായിരുന്നു എന്നുള്ളതാണ്. കാരണം ആളുടെ ഒരിക്കലും ഒരു ക്ലബ് പെർഫോമൻസ് വെച്ചിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നാഷണൽ ടീമിൽ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ഗോൺസാലോ റാമോസ് പല ടൈമിലും ഒരു പോർച്ചുഗൽ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് രക്ഷകനായിട്ടുണ്ട്. ഈ മാച്ചിലും ഇറങ്ങുമ്പം കമന്റേറ്റേഴ്സ് ഒക്കെ പറഞ്ഞൊരു സംഭവം തന്നെയായിരുന്നു, ഒരു ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ സബ്ബാണ് ഗോൺസാലോ റാമോസ് എന്നുള്ളത്. പിന്നെ ആ വിങ്ങിൽ റഫേൽ ലിയാവോയുടെ ഒരു ക്രോസിൽ നിന്ന് ലിയാവോ, കഴിഞ്ഞ കുറച്ച് മാച്ചുകൾ എനിക്ക് ലിയാവോ അത്ര എനിക്ക് പെർഫോമിംഗ് ആയിട്ട് തോന്നില്ല. പക്ഷെ ഇന്നലത്തെ മാച്ചിൽ ലിയാവോ വാസ് ഔട്ട്സ്റ്റാൻഡിങ്. ആളുടെ ഒരു ഷോട്ടൊക്കെ ക്രോസ് ബാർമ തട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ 4 സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റിയതോടുകൂടി ക്രൊയേഷ്യ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പക്ഷെ എന്നാൽ പോലും ഞാൻ വീണ്ടും പറയുന്നു, ക്രൊയേഷ്യയുടെ ഒരു ഗെയിം എന്ന് പറയുന്നത് അവസാന നിമിഷം വരെ ഫൈറ്റിംഗ് സ്പിരിറ്റ് അവർ വിട്ടിട്ടില്ല. ആ ഒരു ഓഫ് സൈഡ് ഗോൾ വന്നതിന് ശേഷം വീണ്ടും റഫറി, അത് എത്രത്തോളം കോൺട്രവേഴ്ഷ്യൽ ആണെന്ന് എനിക്കറിയില്ല, അത്രയും ഇഞ്ചുറി ടൈം കൊടുക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും അവർ നിർത്തുന്നില്ല. ആ ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുക, അവർ വീണ്ടും ഗോളടിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ ക്രൊയേഷ്യക്ക് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിൽ സോഫാർ ഇപ്പോൾ സെനഗൽ ബെൽജിയം മാച്ചൊക്കെ നടന്നെങ്കിൽ പോലും ഈ ഒരു മാച്ചിന് എന്തോ ഒരു ഭയങ്കര ഒരു ഡോപ്പമൈൻ, അല്ലെങ്കിൽ നമുക്കൊരു രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട്. കാരണം നമ്മൾ ഒരു സൈഡിൽ മോഡ്രിച്ചിനെ കാണുന്നുണ്ട്, ഒരു സൈഡിൽ റൊണാൾഡോയെ കാണുന്നുണ്ട്. കാരണം ഒരു വിവാഹം തോറ്റു കഴിഞ്ഞാൽ മറ്റേ പ്ലെയറിൻ്റെ ലാസ്റ്റ് ഇത് തോറ്റു കഴിഞ്ഞാൽ മോഡ്രിച്ചിൻ്റെ ലാസ്റ്റ്. ഈ ഒരു വികാരത്തിൽ പോയിക്കൊണ്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാച്ച് എന്തുകൊണ്ടും ഭയങ്കര ഒരു ഫീൽ മാച്ചായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സാന്റോസ് എടുത്തൊരു വലിയ തീരുമാനമായിരുന്നു റൊണാൾഡോയെ ബെഞ്ചിലിരുത്താം അല്ലെങ്കിൽ റൊണാൾഡോയെ പിൻവലിക്കാം എന്നുള്ളത്. അതായത് പോർച്ചുഗൽ അതുവരെ കണ്ടിട്ടുള്ള സാധാരണം എന്ന് പറയുന്നൊരു സ്ട്രക്ചർ അല്ലായിരുന്നു അത്. അതൊരു അസാധാരണത്വമായിരുന്നു. ആ ഒരു അസാധാരണത്വം നമ്മൾ ഈ ഒരു മത്സരത്തിലും കണ്ടു. മാർട്ടിനസിന് അത്രയും വിശ്വാസമുള്ള, ഏത് നിമിഷവും കളിക്കും അല്ലെങ്കിൽ ഗോളടിക്കുമെന്ന് ഉറപ്പിക്കുന്ന റൊണാൾഡോയെ മാർട്ടിനസ് പിൻവലിക്കുകയാണ്. പകരം ഒരു മിഡ്ഫീൽഡറെ ഇറക്കി വിടുന്നു, ഗോൺസാലോ റാമോസിന് ആ ഒരു പൊസിഷൻ കൊടുക്കുന്നു. ആൻഡ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കറക്റ്റ് ഇഞ്ചുറി ടൈമിൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പം തുടർന്നുള്ള മത്സരങ്ങളിലും ഇത്തരമൊരു രീതി മാർട്ടിനസ് തുടരാനുള്ള സാധ്യത ഉണ്ടോ? അതോ നമ്മൾ പറയും പോലെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വീണ്ടും റൊണാൾഡോയെ തന്നെ ഒരു മെയിൻ മാനാക്കി കളിക്കാനായിരിക്കും പ്ലാൻ? തുടർന്നുള്ള മത്സരം തന്നെ സ്പെയിനായിട്ടുള്ള മാച്ചാണ് വരാൻ പോകുന്നത് അല്ലേ. ഒരു ഹൈ എനർജി, ഹൈ ഇലക്ട്രിക് മാച്ചാണ് പ്രീ ക്വാർട്ടറിൽ വരാൻ പോകുന്നത്. എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ മാർട്ടിനസിൻ്റെ ഒരു ശൈലി കണ്ടിട്ട് ക്രിസ്ത്യാനോയെ ബെഞ്ചിലിരുത്താൻ ഒരു സാധ്യത കാണുന്നില്ല. അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ
ആള് കോൺഫിഡന്റ് അല്ല ക്രിസ്ത്യാനോ ബെഞ്ചിലിരുത്താന്, ഒരു ഭയം ഉണ്ടെന്നുള്ളതാണ്. ഒന്നാം പ്രശ്നമുണ്ട്. രണ്ടാമത് പിന്നെ ഈ ടീമിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തരത്തിലുള്ള മെസ്സേജൊക്കെ ഭയങ്കരമായിട്ട് മീഡിയയിൽ വരുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അങ്ങനെ ഒരു മെസ്സേജ്, അങ്ങനെ ഒരു സംഗതി ഒന്നും ടീമിനകത്തില്ല. എനിക്ക് തോന്നുന്നത് ഈ ടാക്ടിക്കൽ പ്ലേയറിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ പൊസിഷനിങ്ങിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് അധികം ചാൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. കാരണം സൗദി ഒരു മറ്റേ ഉസ്ബെക്കിസ്ഥാൻ മാച്ച് നമ്മൾ കണ്ടു. ഉസ്ബെക്കിസ്ഥാൻ മാച്ചിൽ ഇവർ മൊത്തം ടീം സെറ്റും അടിപൊളി കളിയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യാനോനെ പറ്റി നമ്മളെക്കാൾ നന്നായിട്ട് അറിയുന്ന ആളാണ് ഒന്ന് മാർട്ടിനസ്. രണ്ട്, അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനോ ഇപ്പോഴും 90 മിനിറ്റും കളിക്കാൻ യോഗ്യതയോ അർഹതയുള്ളൊരു സൂപ്പർ താരമാണ്, ക്രിസ്ത്യാനോൻ്റെ ചുറ്റുമാണ് ടീമിന് ബിൽഡ് ചെയ്യുന്നതെന്ന് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സ്പെയിനെതിരെ ഒരിക്കലും അദ്ദേഹം ഇപ്പോൾ റൊണാൾഡോൻ്റെ എന്താണെന്ന് വെച്ചാൽ ഈ 90 മിനിറ്റ് കളിക്കാനുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ആൾക്കുണ്ട്. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ നോക്കൗട്ടിൽ ഏറ്റവും ഗോൾ അടിക്കുന്ന പ്രായം കൂടിയ താരമാണ്. അപ്പോൾ ആ പ്രായത്തിൻ്റെ ഒരു, അതായത് ഫുട്ബോളിൽ ബേസിക്കലി ഒരു ചെക്ക് ഇൻ ചെക്ക് ഔട്ട് സിസ്റ്റം ഉണ്ട്. അതായത് ഡിഫൻഡേഴ്സ് നിൽക്കുമ്പോൾ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ ചെക്ക് ഇൻ ചെയ്തൊക്കെ ചെയ്യുമ്പോൾ, പക്ഷെ അത് ചെയ്യാനുള്ള മൊബിലിറ്റി ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും ആ ഒരു പൊസിഷനിൽ നിന്ന് പണ്ടത്തെ ഒരു പ്രൈം റൊണാൾഡോ ഉണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പം ഞാനൊക്കെ കണ്ടിട്ടുണ്ടാകും മെയിനായിട്ട് റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്നും ഞാൻ അത്ര കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രൈം റൊണാൾഡോക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ ഇപ്പോൾ റൊണാൾഡോക്ക് ചെയ്യുന്നതിൽ പരിമിതികളുണ്ട്. അത് ആളൊരിക്കലും ട്രൈ ചെയ്യാത്തതുകൊണ്ടോ ആ ഒരു ഫാക്ട് കൊണ്ടോ ഒന്നല്ല, പക്ഷേ ഏജ് ഇസ് എ ഫാക്ടർ. അതിനിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ഏജ് എന്നുള്ളതിന് ഏജ് ഒരു വലിയ ഫാക്ടറാണ്. ഏജ് പുള്ളിയുടെ ഈ ഫിസിക്ക്, നമ്മൾ പല ഫാൻസും അദ്ദേഹത്തിൻ്റെ ഫിസിക്കിനെ പറ്റിയിട്ടും ഈ പോരാട്ട വീരത്തെ പറ്റിയൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു കാര്യം നൂറ പറഞ്ഞ കൂട്ടിച്ചേർക്കാനുള്ളത് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ പൊസിഷനിങ്ങിൽ വലിയ കാര്യമായ പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാച്ചിൽ അദ്ദേഹം ഒരു നമ്പർ 9 പൊസിഷനിലാണ് അദ്ദേഹം കളിക്കേണ്ടിയിരുന്നത്. പക്ഷേ പല സമയങ്ങളിലും ആ പൊസിഷനിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം ഒന്നുപോലെ ട്രാക്ക് ബാക്ക്, എന്തിനാണ് ട്രാക്ക് ബാക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം മിഡ്ഫീൽഡ് ഏരിയാസിൽ ഉണ്ട്. അദ്ദേഹം ആക്ച്വലി ചെയ്യേണ്ടത് വെച്ചാൽ ഡിഫൻഡേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട, ഈ പോസ്റ്റിൽ കളിക്കുന്ന പിന്നെ പ്ലേയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ഡിഫൻഡേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കുക, ഓരെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളത്. പല സമയങ്ങളിലും ക്രിസ്ത്യാനോ ഒറ്റക്ക് നിൽക്കുന്നതോ മാർക്ക് ചെയ്യപ്പെടാതെ ഒറ്റക്ക് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി പലപ്പോഴും. അത് അങ്ങനെയെങ്കിൽ ആ സമയത്ത് ആ ഒരു പൊസിഷൻ കൊണ്ട് അപ്പോൾ ഒരു ടീമിന് ഗുണം കിട്ടുന്നില്ല. അദ്ദേഹം ഒരു എക്സ്ട്രാ ഒരാൾ മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് തേർഡ് ഉണ്ട് എന്നല്ലാതെ ഒരിക്കലും ഒരു പിന്നെ എതിർ എന്താ പറയുക ബോക്സിൻ്റെ അടുത്തൊരു കയോസ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ആ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത് ഇപ്പോൾ പല മാച്ചസിലും ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ എനിക്ക് കുറേ തെറിവിൽ കേട്ടതാണ്, ക്രിസ്ത്യാനോയുടെ പൊസിഷനിങ് പലപ്പോൾ ഓഫ് സൈഡ് പൊസിഷനിൽ നിൽക്കുന്നത് കാണാറുണ്ട്. ബ്രൂണോ എന്തുകൊണ്ട് ക്രിസ്ത്യാനോക്ക് ബോൾ കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നോക്കുമ്പോൾ പല മാച്ചസിലും ബ്രൂണോ ക്രിസ്ത്യാനെ ഫൈൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് പൊസിഷൻ ഓഫ് സൈഡിലായിരിക്കും. അതുകൊണ്ട് ബ്രൂണോ പലപ്പോഴും പിന്നെ റൈറ്റ് സൈഡിലേക്ക് ബോൾ കൊടുത്ത് ഒഴിവാക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള സംഗതിയാണ്. ഈ മാച്ചിലും കണ്ടില്ല, ഒരു പിന്നെ ഗോൾ ക്രിസ്ത്യാനോ അടിച്ചെങ്കിൽ അത് ഓഫ് സൈഡ് പൊസിഷനിൽ അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞതിനെ സബ്സ്റ്റാൻറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, അദ്ദേഹം ക്രിസ്ത്യാനോ ഇനിയും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി ഒക്കെ ഇന്നത്തെ കൂൾ ആസ് കുക്കുംബർ പെനാൽറ്റി ആയിരുന്നു. കാരണം ആ ഒരു സെൻറ്ററിലേക്ക് കൃത്യമായിട്ട് അടിക്കുക എന്നുള്ളതൊക്കെ അത് അത്യാവശ്യം മനക്കെട്ടി വേണം. അങ്ങനത്തെ ഒരു പ്ലെയർ ഒരിക്കലും ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ ഇത് കാണിച്ചപ്പോൾ ലാസ്റ്റ് 5 പെനാൽറ്റി കാണിച്ചപ്പോൾ അധികം വന്നിട്ടുള്ളത് സൈഡിലേക്കാണ്. ആ സൈഡിലേക്ക് തന്നെയാണ് ഗോൾ കീപ്പർ ചാടിയിട്ടുള്ളത്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ട് ആ ഒരു മൈൻഡ് റീഡിങ്ങിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വർക്ക് ചെയ്തു, അത് ഗോൾ അടിച്ചു, അത് നന്നായി ആഘോഷിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഈ സ്പെയിനെതിരെയും ഈ പിന്നെ ഇത്തരത്തിലുള്ളൊരു ഈ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇദ്ദേഹത്തെ വെക്കും എന്നാണ് ഞാൻ തോന്നുന്നത്. പക്ഷേ എൻ്റെ ആഗ്രഹം പറയാമല്ലോ, നമുക്ക് അങ്ങനെ പറയാമല്ലോ, ഒരു ആസ് എ ഫാൻ എൻ്റെ ആഗ്രഹം തുടക്കത്തിൽ റാമോസിനെ കളിപ്പിച്ചിട്ട് ഒരു 60 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ മിക്കവാറും ഇന്ന് പോർച്ചുഗൽ അവസാന ഘട്ടത്തിൽ കളിച്ച കളി കളിക്കാമെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ 2 ഗോൾ ലീഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സ്പെയിനെതിരെ മാച്ചിനെ പറ്റിയില്ല പറയുന്നത് മൊത്തത്തിലുള്ള കളികളെ പറ്റിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഘട്ടത്തിൽ ക്രിസ്ത്യാനോ വരെങ്കിൽ അദ്ദേഹം ഒന്നുകൂടി ഇമ്പാക്റ്റഡ് ആകാൻ പറ്റും. കാരണം ആ സമയത്ത് എതിർ ടീം എപ്പോഴും അവർ പിന്നെ ഗോൾ തിരിച്ചടിക്കാനോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക കൗണ്ടർ അറ്റാക്ക് ശ്രമിക്കുന്ന സമയത്ത് ഇവിടെ സ്പേസസ് ഉണ്ടാവും. ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ക്രിസ്ത്യാനോയെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അത് നമുക്ക് പല പണ്ട് കാലം മറ്റേ മാഞ്ചസ്റ്റർ മുതൽ റയൽ മാഡ്രിഡ് ആവട്ടെ, യുവൻറ്റസ് ആവട്ടെ, പോർച്ചുഗൽ തന്നെ പല ഇതിലും അദ്ദേഹം അർദ്ധാവസരങ്ങൾ ഗോളാക്കാൻ കഴിവുള്ള ഒരു ടോപ്പ് ക്ലാസ് പ്ലെയറാണ്. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതാകുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ മാച്ചിൻ്റെ ഒക്കെ തോന്നുന്നു സെക്കൻഡ് ഹാഫിൻ്റെ ഒരു 60 മിനിറ്റാണ് അദ്ദേഹത്തിന് ഇറക്കേണ്ടത് എന്നുള്ളതാണ് വെരി പേഴ്സണൽ ആയിട്ടുള്ള. അത് സൂപ്പർ സബ്ബായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മേ ബി ഒന്നും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഷാഫിഖ് പറഞ്ഞാൽ ഫസ്റ്റ് മാച്ചിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഡി ആർ കോങ്കോക്ക് എതിരല്ലായിരുന്നോ ആ മാച്ചിൽ മിക്കപ്പോഴും റൊണാൾഡോയെ നമ്മൾ മിഡ്ഫീൽഡിലാണ് കാണുന്നത്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കോച്ചിൻ്റെ ടാക്ടിക്സ് ആണ്. ആളിങ്ങനെ വിഡ്രോ ചെയ്യുമ്പം വിങ്ങിൽ നിന്ന് ശരിയാണ്, വിങ്ങിൽ സ്പേസ് കിട്ടും, പക്ഷെ റൊണാൾഡോ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് ആ ഗോൾ അടിക്കാനുള്ള അവർക്കില്ല. അപ്പോൾ റൊണാൾഡോ എപ്പോഴും ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ഈ ഞാൻ പറഞ്ഞ ഈ മൊബിലിറ്റി എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ടല്ലോ, ആ ഫാക്ടർ റൊണാൾഡോക്ക് മറികടക്കാനും സാധിക്കും. അത്ര മൂവ്മെൻറ്റ്സിൻ്റെ ആ ഒരു എവിടെയാണ് ഇപ്പോൾ ഈ ഹാളൻഡ് ഒക്കെ ചെയ്യുന്ന പോലെ കറക്റ്റ് ആ ഒരു ഇതിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് സ്കോർ
ചെയ്ത ആ ഒരു സ്കോറിംഗ് മെഷീൻ ആവാൻ വീണ്ടും റൊണാൾഡോക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഒരു മിഡ്ഫീൽഡിലേക്ക് റൊണാൾഡോ ഇറങ്ങി വരുന്നതിൻ്റെ കാരണം നമ്മൾ ഈ മോഡേൺ ഡേ ഫുട്ബോളേഴ്സിൽ സ്ട്രൈക്കേഴ്സ് പലപ്പോൾ ആ റോൾ എടുക്കുന്നത് കാണുന്നുണ്ട്. അതായത് ഒരു ഡീപ്പിലേക്ക് ഇറങ്ങി വന്ന് ഒരു ബിൽഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഈ ഒരു പോർച്ചുഗലിൽ ഇത്രയും നല്ല മിഡ്ഫീൽഡും ഉണ്ടായിട്ട് അവർക്ക് എന്തുകൊണ്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതിന് ഉത്തരം നമ്മൾ പറയുന്നത് മിഡ്ഫീൽഡും അറ്റാക്കും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല എന്നുള്ള. എനിക്ക് തോന്നുന്നത് റൊണാൾഡോ സ്വയം ശ്രമിക്കുന്നത് ആ ഒരു ലിങ്ക് പ്ലേക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ മിഡ്ഫീൽഡ് ഇനിയും റൊണാൾഡോയുടെ ആ പൊസിഷനിങ് കണ്ട് അതൊരു ലിങ്ക് പ്ലേ ആക്കി മാറ്റാൻ വളർന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ച് പെർഫോം ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത്. റൊണാൾഡോ അവിടേക്ക് ഇറങ്ങി വന്നിട്ടും ഒരു ഡീപ്പിലേക്ക് ഇറങ്ങി വന്നിട്ടും ആ ഒരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്തും പന്ത് മുന്നോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പോഴും നമ്മൾ പറഞ്ഞ ഈ ഒരു മത്സരത്തിൽ ലിയാവോ നന്നായി കളിച്ചു എന്ന് പറയുന്നത് കാരണം ഇവരിപ്പോഴും ആ വിങ് ഓറിയന്റഡ് അറ്റാക്കാണ് കളിക്കുന്നത്. ആ മിഡ്ഫീൽഡിനെ യൂട്ടിലൈസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഒരുപക്ഷെ അത് ഒന്നുകിൽ അത് മാർട്ടിനസിന്റെ ഒരു പിഴവാണ്, കാരണം എന്താണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് അയാൾക്ക് കൃത്യമായി കളിക്കാരോട് കൺവേ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്കത് കളിക്കാരുടെ പിഴവാണ്, കാരണം പരിശീലകൻ എന്താണോ പറയുന്നത് അത് അവർക്ക് ഗ്രൗണ്ടിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ മത്സരം നന്നായി ഒന്ന് ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ടതാണ്. കാരണം നന്നായി കളിക്കുന്ന ഒരു മിഡ്ഫീൽഡും നല്ല പ്ലേയേഴ്സിനായിട്ട് മോശമായി കളിക്കുന്ന ഒരു മിഡ്ഫീൽഡും തമ്മിലാണ് ഈ ഒരു ബാറ്റിൽ. എന്തുകൊണ്ടും അറ്റാക്കും ഡിഫൻസും ഒക്കെ മത്സരം വിജയിപ്പിക്കുന്നുണ്ടെങ്കിലും കളിയുടെ മൊമെൻറ്റും ടെമ്പോയും സെറ്റ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും മിഡ്ഫീൽഡർമാരാണ്. എങ്ങനെയാണ് ആ ഒരു മിഡ്ഫീൽഡ് ബാറ്റിൽ നോക്കി കാണുന്നത്? അതായത് ഇപ്പോൾ പോർച്ചുഗലിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെയിനെതിരെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, അതായത് സ്പെയിൻ എന്തായാലും മിഡ് ബ്ലോക്കാ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ കളിയിൽ ഏകദേശം മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വിറ്റീന, നെവസ്, ഏത് നെവസും ആയിക്കോട്ടെ, നെവസ് അല്ലെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ്, ആ ഒരു ഇത് മറികടന്ന് പോകുക എന്നുള്ളത് തന്നെയാണ് ആകെ ഒരു ഓപ്ഷനുള്ളൂ. അതായത് അത് എത്രത്തോളം അവരെ റെസിസ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചിരിക്കും അവരുടെ ആ ഒരു മാച്ചിലെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വിങ് ഓറിയൻറ്റഡ് പ്ലേ അവർ കളിക്കും എന്നുള്ളത് ഓൾറെഡി സ്പെയിൻ അറിയുന്ന സംഭവമാണ്. അപ്പോൾ ഇത് എത്രത്തോളം അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനനുസരിച്ചിരിക്കും. പിന്നെ ഫസി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ റൊണാൾഡോ ഇറങ്ങി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവരുടെ മിഡ്ഫീൽഡ് ഉയരണം. കാരണം എത്രത്തോളം ഇപ്പം ഞാൻ ഫസി പറഞ്ഞപ്പോൾ ആലോചിക്കുന്നത്, എത്രത്തോളം ഇപ്പം പോർച്ചുഗൽ ആ ഒരു സെൻട്രൽ സോണിൽ അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ സ്പേസിൽ, ഹാഫ് സ്പേസിൽ എത്രത്തോളം കോമ്പിനേഷൻ പ്ലേ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ പ്ലേയേഴ്സിൻ്റെ ഒക്കെ ക്ലബ് പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ വൻ കോമ്പിനേഷൻ പ്ലേ കളിച്ചിട്ട് വരുന്ന, പക്ഷേ ഈ ഒരു പോർച്ചുഗൽ സ്ക്വാഡിൽ വരുമ്പോൾ അവർക്ക് എത്രത്തോളം ആ ഒരു സെൻട്രൽ സ്പേസിൽ കോമ്പിനേഷൻ പ്ലേ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ല എന്നുള്ളതാണ് ഫാക്റ്റ്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ റൊണാൾഡോ അതിനനുസരിച്ച് ഒരു പൊസിഷനിങ് കണ്ടെത്തണം, അല്ലെങ്കിൽ റൊണാൾഡോ ഇറങ്ങി വരുമ്പോൾ മിഡ്ഫീൽഡ് അതിനനുസരിച്ച് ഒരു രീതിയിൽ അവരുടെ ടാക്ടിക്സ് റെഡിയാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ റോബർട്ടോ മാർട്ടിനസ് വിചാരിച്ചിട്ട് റൊണാൾഡോയെ മാറ്റി നിർത്തിയിട്ട് ഗോൺസാലോ റാമോസ് എന്ന് പറയുന്ന പ്ലെയറിനെ ആ ഒരു ഗെയിമിൽ ഇറക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ എന്ന് പറയുമ്പോൾ ലെമീൻ യമാൽ വേഴ്സസ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ നാഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഇരുവരും ഏറ്റുമുട്ടി. അന്ന് ഒരുപാട് വെല്ലുവിളികളും അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളൊക്കെ നടന്നു. അവസാനം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ കളി ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു മത്സരം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-2 ഡ്രോയും പിന്നീട് ഷൂട്ടൗട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ മത്സരത്തിൽ കളിച്ച ഏതാണ്ട് സിമിലർ പ്ലേയേഴ്സൊക്കെ തന്നെയാണ് ഇരു ടീമിലും കളിക്കുന്നത്. പോർച്ചുഗൽ നിരയിൽ ജോട്ടയില്ലെന്നും സ്പെയിൻ നിരയിൽ 1-2 പ്ലേയേഴ്സ്, ഇപ്പം സാമുവിനെ പോലുള്ള 1-2 പ്ലേയേഴ്സ് പരിക്ക് കാരണം പുറത്തിരിക്കുന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏതാണ്ട് സിമിലർ സ്ക്വാഡാണ്. അപ്പം റൊണാൾഡോക്ക് നേരിടേണ്ടി വരുന്നത് പാവു കുബാർസിയെ പോലെ നമ്മളിപ്പോൾ പറയുന്ന നിലവിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റവും നന്നായി കളിച്ച ഡിഫൻഡർമാരിലെ ഒരാളെയാണ്. എങ്ങനെയായിരിക്കും റൊണാൾഡോയുടെ ഒരു അപ്രോച്ച്? പാവു കുബാർസിയെ പോലെ താരത്തിൻ്റെ ഫിസിക്കാലിറ്റിയെയും ഒക്കെ എങ്ങനെയായിരിക്കും റൊണാൾഡോ മറികടക്കാൻ ശ്രമിക്കുക? റൊണാൾഡോ പാവു ബാർസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു സെൻറ്റർ ബാക്കാണ്. ക്രിസ്ത്യാനോ സെൻറ്റർ ബാക്കുമാർ അത്ര അധികം എൻഗേജ് ചെയ്യിക്കുന്നത് നമ്മൾ അധികം അങ്ങനെ കണ്ടിട്ടില്ല. മാത്രമല്ല അദ്ദേഹം കുറച്ചും കൂടി ബിൽഡ് പ്ലേയിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് കുബാർസി ഒന്നുകിൽ ക്രിസ്ത്യാനോയെ എന്താ ചെയ്യുക മാർക്ക് ചെയ്യാൻ ഏതായാലും സാധ്യത കാണുന്നത്. കാരണം സ്പെയിൻ്റെ ഒരു മാച്ചിൽ ശൈലിയിൽ ടൈറ്റ് മാൻ മാർക്കിംഗ് ഇല്ല. ഒരു കളിയുടെ ഗതിക്കനുസരിച്ചാണ് ഇത് വരും. അതുകൊണ്ട് തന്നെ കുബാർസി ക്രിസ്ത്യാനോ പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും വരെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് വേഴ്സസ് ഒരു യങ് പ്ലെയർ തമ്മിലുള്ള ഒരു ഇതായിരിക്കും. ഏരിയൽ ബോൾസൊക്കെ വരുമ്പോൾ, അതുപോലെ ബോക്സിനകത്തേക്ക് നല്ല ക്രോസുകളൊക്കെ വരുമ്പോൾ ക്രിസ്ത്യാനോയുടെ പൊസിഷനിലുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു പോരാട്ടം തന്നെ ആയിരിക്കും. കുബാർസി നമ്മളിതൊക്കെ പറയുമ്പോഴും ബാഴ്സലോണയിൽ ചില മാച്ചുകളിലെങ്കിലും കുബാർസിക്ക് ഒരു മെൻ്റൽ എന്താ പറയുക ഒരു വീക്ക്നെസ് ഇപ്പോഴല്ല കുറച്ച് മുമ്പ് കഴിഞ്ഞ സീസണിലോ കാണിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതുവരെ അങ്ങനെ അത്തരത്തിലൊരു അവസരം സ്പെയിൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഇൻട്രസ്റ്റിംഗ് ബാറ്റാണ് കാണുന്നത്. ഞാൻ ഇതിനകത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ യമാലും അതുപോലെ ന്യൂനോ മെൻഡസ് തമ്മിലുള്ള മാച്ച്. മെൻഡസിന് മുമ്പ് വിറ്റിഞ്ഞ അതിനെ കടന്ന് വിറ്റിഞ്ഞയും ന്യൂനോ മെൻഡസും യമാലിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് എന്താ പറയുക കാത്തിരുന്ന് കാണുന്നത്. അപ്പോൾ യമാലിൻ്റെ ഇപ്പോൾ നമ്മൾ കളിക്കുന്ന അത് ഈ ഓപ്പണൻസിനെ എൻഗേജ് ചെയ്യിക്കുന്ന ഭയങ്കരമായിട്ട് അവിടെ ഇങ്ങനെ ഡ്രിബിൾ ചെയ്തിട്ട് മൊത്തം കളിയുടെ താളം തെറ്റിക്കുന്ന ഒരു ശൈലി മെൻഡസ് അനുവദിക്കുകയോ അല്ലെങ്കിൽ വിറ്റിഞ്ഞ അതിന് സമ്മതിക്കുകയോ അതോ യമാലിനെ ക്ലോസ് ചെയ്തിടുമോ എന്നുള്ളതാണ് കാണേണ്ടത്. യമാലിനെ ഇവർ ക്ലോസ് ചെയ്തിട്ട് നിശബ്ദനാക്കുകയാണെങ്കിൽ
സ്വാഭാവികമായിട്ടും പോർച്ചുഗലിന് കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് അതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ യമാലായിരിക്കും ആ മാച്ചിലൊരു ഫാക്ടർ എന്നാണ് എനിക്ക് പേഴ്സണലി. കാരണം വിറ്റിഞ്ഞ എന്നുള്ള വിറ്റിഞ്ഞ വളരെ ആ ടീമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഡ്ഫീൽഡ്. ബ്രൂണോ ഫെർണാണ്ടസ് ഈ മാച്ചിലൊക്കെ ഇന്നത്തെ മാച്ചിലൊക്കെ ബ്രൂണോ സത്യം പറഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തെ പറ്റിയില്ല. ഒരു അസിസ്റ്റ് ഇല്ല, ഒരു കീ പാസ് ഇല്ല, മാത്രമല്ല പിന്നെ ഒരു കയോസ് ഉണ്ടാക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ മാത്രമല്ല അദ്ദേഹം സ്പേസിൽ കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ പലപ്പോഴും ലിങ്ക് പ്ലേയേഴ്സിലൊക്കെ ആൾ പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ വിറ്റിഞ്ഞാണ് അതിനകത്ത് പോയി ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ച പ്ലെയറാണ് വിറ്റിഞ്ഞ. അപ്പോൾ വിറ്റിഞ്ഞ പോലെയുള്ള ഒരു മിഡ്ഫീൽഡർ കൂടെ മെൻഡസിനെ പോലെ ഹൈ എനർജറ്റിക് ആയിട്ടുള്ള പിന്നെ ഒരു വിങ് ബാക്ക്, ഈ രണ്ടുപേരും കൂടി യമാലിനെ ആ ഒരു ഏരിയ, യമാലിൻ്റെ ഏരിയ കവർ ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ഏരിയയിൽ എങ്ങനെയായിരിക്കും ഇവർ യമാലിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കാത്തിരുന്ന് കണ്ടത്. അപ്പോൾ ഈ രണ്ട് ഇതുകൊണ്ട് കുബാർസി വേഴ്സസ് ക്രിസ്ത്യാനോ, ഫസി പറഞ്ഞ പോലെ ഇവിടെ ഈ പിന്നെ എന്താ പറയുക മെൻഡസ് വേഴ്സസ് യമാൽ എന്നുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. പക്ഷേ യമാലിനെ ഇതാക്കി കഴിഞ്ഞാലും പോറോ എന്ന് പറയുന്ന പ്ലെയറിനെയാണ് ഇറക്കണമെന്നുണ്ടെങ്കിൽ അതും ഓവർലാപ്പ് റൺ നടത്തി കഴിഞ്ഞാൽ അവർക്കൊരു ത്രെട്ടാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റിലെ ഒരു ഫേസ് ഓഫും കൂടി പറയാനുള്ളത്, ഒരറ്റത്ത് ഉനായ് സൈമൺ ആണ്, മറുപുറത്ത് ഡീഗോ കോസ്റ്റയാണ്. ഈ രണ്ട് ഗോൾ കീപ്പർമാരുടെ ഈ ഒരു വേൾഡ് കപ്പ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ ഉനായ് സൈമണ് കാര്യമായ പരീക്ഷണങ്ങൾ വരുന്നില്ല. മറുപുറത്ത് ഡിയാഗോ കോസ്റ്റയ്ക്ക് തുടരെ വരുന്നു, നന്നായി പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അൾട്ടിമേറ്റ്ലി ഒരു നമ്മൾ പറഞ്ഞ പോലെ മിഡ്ഫീൽഡ് മറ്റാക്കൊക്കെ ഡിഫെൻഡിങ് ഷീൽഡ് ആണെങ്കിലും ലാസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു മെയിൻ മാൻ ഡിസിസീവ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഈ ഗോൾ കീപ്പർമാരാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ ഒരു പെർഫോമൻസ്, എന്തായിരിക്കും ഇവരുടെ സാധ്യതകൾ? അതായത് ഇപ്പോൾ ഇതുവരെ ഒരു സ്പെയിൻ്റെ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് എല്ലാ പൊസിഷനും ഡോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ പോർച്ചുഗൽ എന്നുള്ളൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരും പൊസിഷൻ വെച്ചിട്ട് കളിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ടീമാണ്. അപ്പോൾ ഇതിലെന്തൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഉനായ് സിമോൺ ഇതുവരെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. എത്രത്തോളം പരീക്ഷ ഡിയാഗോ കോസ്റ്റ എന്ന് പറഞ്ഞപ്പോൾ ഇന്നലത്തെ ഒരു ക്രൊയേഷ്യൻ്റെ മാച്ചിൽ കൊവാക്കിച്ചിൻ്റെ ഒക്കെ ഒന്ന് പോസ്റ്റിൽ തട്ടുന്നു, പിന്നെ അതേ മൊമെൻറ്റിൽ തന്നെ കോസ്റ്റ സൈഡിലോട്ട് സേവ് ചെയ്യുന്നു, ലെഫ്റ്റിലോട്ട് സേവ് ചെയ്യുന്നു. ഭയങ്കര, അതായത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ആളത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്പെയിനിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗോൾ കീപ്പേഴ്സാണ് ഉനായ് സിമോൺ, ഡേവിഡ് റയ, ഗാർസിയ. ഇങ്ങനത്തെ 3 ഗോൾ കീപ്പർ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങുന്ന ഗോൾ കീപ്പർ തന്നെ മര്യാദക്ക് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പോർച്ചുഗലിന് പൊസിഷൻ വെച്ച് അവർ കളിക്കും. മോസ്റ്റ് പ്രോബ്ലി ഒരു 50-50 പൊസിഷൻ ആവും ഈ ഒരു മാച്ചിൽ നമ്മൾ കാണാൻ സാധ്യത, സ്പെയിനും പോർച്ചുഗലും തമ്മിൽ. അപ്പോൾ പോർച്ചുഗൽ ഒരു പൊസിഷനിൽ കളിക്കും, പക്ഷെ അവർക്ക് ഈ ഒരു മാച്ചിൽ ബാക്കിയുള്ള മാച്ചിനെക്കാട്ടിലൊക്കെ ഒരു പെനിട്രേഷൻ ഉള്ളിലോട്ട് കണ്ടെത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉനായ് സിമോൺ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതിനനുസരിച്ചിരിക്കും ആളുടെ ഒരു മൊത്തത്തിലുള്ള നമുക്ക് ആളെങ്ങനെ വിലയിരുത്താമെന്ന് അറിയാൻ. കാരണം ഇതുവരെ ഇപ്പം ഉനായ് സിമോണെ കുറിച്ച് ഈ ഒരു വേൾഡ് കപ്പിൽ പറയാൻ തക്കുള്ളൊരു ചാൻസസ് നമുക്ക് കിട്ടിയിട്ടില്ല, ആക്ച്വലി കിട്ടിയില്ല. ഇപ്പോൾ ഈ മാച്ചിലാണെന്നുണ്ടെങ്കിലും ഏകദേശം ഡിഫൻസ് കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുബാർസി ആവട്ടെ, ലെപ്പോർട്ടി ആവട്ടെ, കോങ്കോ, മറ്റേ ഈ മാച്ച് ക്യാബോ വെർഡിനായിട്ടുള്ള മാച്ചിൽ ഉനായ് സിമോൺ പിക്ചറിലേ ഇല്ലായിരുന്നു. ഫസ്റ്റ് 30 മിനിറ്റ് ഒയർസബല്ല എന്ന് പറഞ്ഞ മാതിരിക്ക് 90 മിനിറ്റിന് ഉനായ് സിമോനെ ഇല്ലായിരുന്നു. ലാസ്റ്റ് ഒരു അറ്റംപ്റ്റിൽ മാത്രമേ ഉനായ് സിമോൺ വന്നിട്ടുള്ളൂ. അപ്പോൾ ആളുടെ മാച്ച് നമ്മൾ കണ്ടാൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. കോസ്റ്റ പ്രൂഡാണ്. കോസ്റ്റ മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അവസാന മാച്ചിൽ മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു.